ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ കൃപ്സാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയുടെ ഹോറോസ്കോപ്പാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നില്ല എന്തോന്ന് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെല്ലിലേക്ക് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷൻ എത്തത്തുള്ളൂ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. നമ്മളിനി ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഹൊറോസ്കോപ്പ് നമ്മൾ നോക്കാൻ പോവുകയാണ്. പിന്നെ നിങ്ങൾക്ക് ആരുടെ ഏതെങ്കിലും സെലിബ്രിറ്റീസിൻ്റെ ഹൊറോസ്കോപ്പ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തോ നിങ്ങൾ എനിക്ക് അയച്ചു തരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയെടുക്കുമ്പോൾ മിസ്റ്റേക്ക് പറ്റാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർ ഡേറ്റ കിട്ടുകയാണെങ്കിൽ മനസ്സിലായി, അതുകൊണ്ടാണ് പറഞ്ഞത്. അതാണ്. അപ്പോൾ ഈ ഒരു ഹൊറോസ്കോപ്പ് വിരാട് കോഹ്ലിയുടെയാണ്. ഇത് സത്യമാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഈ ഒരു ഹൊറോസ്കോപ്പ് എത്രത്തോളം ക്ലിയർ ആണെന്നൊന്നും അറിയത്തില്ല. കാരണം നമുക്ക് അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെയും അതിൽ നിന്ന് കിട്ടുന്നതൊക്കെ വിവരങ്ങൾ വെച്ചാണ് നമ്മളിത് എടുത്തത്. എത്രത്തോളം ക്ലിയർ ആണ് എന്ന് എനിക്ക് അറിയത്തില്ല ഈ ഒരു ഹൊറോസ്കോപ്പ്. എങ്കിലും നമുക്കൊന്ന് നോക്കി നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൊറോസ്കോപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ്മാൻ്റെ ഹൊറോസ്കോപ്പ് പോലെ തോന്നുന്നില്ല. അതുകൊണ്ടാണ് എന്നാലും നമുക്ക് ചെറിയ രീതിക്കൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ ആയാലും പോലും കണക്റ്റ് ആയത് കൊണ്ട് മാത്രമാണ് ഇത് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഉത്തര നക്ഷത്രമാണ്. 5 സെപ്റ്റംബർ 1988. ഇനി ഈ ഡേറ്റ് അല്ല എന്നാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തോ നിങ്ങൾ ദയവ് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഡേറ്റ് അല്ല വിരാട് കോഹ്ലിയുടെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ. കാരണം നമുക്ക് ജസ്റ്റ് കിട്ടിയ അനലിറ്റിക്സ് വെച്ച് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ 1, 2, 3 എന്ത് നിൽക്കുന്നുണ്ട്? സർപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഒടുക്കത്തെ കറേജ് ആയിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കറേജ് കാണും. അതുമാത്രമല്ല, വിദേശപരമായിട്ടുള്ള ബന്ധങ്ങൾ പുള്ളിയെ തേടി ഒരുപാട് സപ്പോർട്ട് കിട്ടും. വിദേശപരമായി ഒരുപാട് സപ്പോർട്ട് കിട്ടും. പിന്നെ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് സപ്പോർട്ട് കിട്ടും. പിന്നെ ഒരുപാട് അതൊക്കെ പുള്ളിയുടെ ഹൊറോസ്കോപ്പിലുള്ളതാണ്. മനസ്സിലായി? ട്രാവലിങ്, ട്രാൻസ്പോർട്ടേഷൻ, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സപ്പോർട്ട് കിട്ടുന്ന ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, എന്തോന്നാണ്, ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്ക് കിട്ടും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ. അത് ഈ പറയുന്ന പോലെ രാഹു എന്ന് പറയുന്നതിൻ്റെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കൃത്യമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കാമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 നിൽക്കുന്നത് എന്തോന്നാണ്, സഹോദര 3 ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ വിരാട് കോഹ്ലിയുടെ ഒരു ചേച്ചിയും ഒരു ചേട്ടനും എന്തോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അനിയനോ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇവർക്ക് 2 പേർക്ക് വിദേശ ബന്ധമുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ 6 ഹൊറോസ്കോപ്പ് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇതിൽ വിദേശ ബന്ധമുണ്ടെന്ന്. അപ്പോൾ എന്തോന്നാണ്, ഈ 6 ഹൊറോസ്കോപ്പിലും 3 രാഹുവുണ്ട്, വിരാട് കോഹ്ലിയുടെയിലും 3 രാഹുവുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുടുംബക്കാർക്ക് അനിയത്തിക്ക് വിദേശ ബന്ധമുണ്ടെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വിരാട് കോഹ്ലിയുടെ ചേട്ടൻ വർക്ക് ചെയ്യുന്നത് ഏതോ ഒരു ഹോട്ടലിലാണ്. ഏതോ ഒരു ഹോട്ടലിലെ ഒരു വലിയ മുതലാളിയൊക്കെയാണ്. പുള്ളി കൊടുക്കുന്നത് അമേരിക്കൻ മെനു, ഫ്രഞ്ച് മെനു, ഇറ്റാലിയൻ മെനു, ജാപ്പനീസ് മെനു, അങ്ങനെ വിദേശപരമായിട്ടുള്ള മെനൂസാണ്, ക്യുസീൻസും ഒക്കെയാണ് പുള്ളി അവിടെ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പം മൊത്തം ഫോറിനാണ്. പിന്നെ ഓൾറെഡി നമ്മൾ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നത് കൊണ്ട് തന്നെ വെജിറ്റബിൾസും അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ വിരാട് കോഹ്ലിയുടെ ഇത് വെച്ചാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എന്നിരുന്നാലും എന്ത് സംഭവിക്കും, വിരാട് കോഹ്ലിയും അവിടെ ഈ പറയുന്ന സഹോദരന്മാർ തമ്മിൽ ചെറിയൊരു പ്രശ്നങ്ങൾ വരും എന്നുള്ളതാണ് ഫ്യൂച്ചറിൽ. ഇല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് വലിയൊരു വിഷയം ഉണ്ടാവും. അതാണ് ഒരു വാശി പോലെ ഉണ്ടാവും. അത് അങ്ങനെയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ വിരാട് കോഹ്ലിക്ക് എന്താണ് ഒരു സിസ്റ്ററുണ്ട്. ചേച്ചി എന്തോ ആണ്, അറിയത്തില്ല, ഒരാളുണ്ട്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മോഡലിങ്, ഈ വീടിന് ഡെക്കറേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് വിൽക്കുന്ന ഒരു ജോലിയാണ് ഇവർക്ക്. അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും വിദേശപരമായിട്ടുള്ള കമ്പനിയുമായിട്ട് കണക്റ്റ് ആവുകയും അവരുടെ അടുത്ത് കൊളാബ് ചെയ്യുകയും അവരുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. വിദേശ കമ്പനിയിലുള്ള പ്രോഡക്റ്റാണ് അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് തന്നെ.
അതുമാത്രമല്ല വിദേശ കമ്പനിയുമായിട്ട് നല്ല ഡയറക്റ്റ് കണക്ഷനുണ്ട്. അവിടെ ഭർത്താവിനായാലും ഇവർക്കായാലും നല്ലൊരു ഫോറിൻ കണക്ഷനുണ്ട് ഇവർക്ക് രണ്ടുപേർക്ക്. അത് എന്തുകൊണ്ടൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർപ്പത്തിൻ്റെ ഇതുകൊണ്ട് തന്നെയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഇതാണ് പറയാനുള്ളത്. ഓക്കെ, ഇനി 4 നോക്കുമ്പോൾ അപ്പോൾ പുള്ളി നിൽക്കുന്ന വീട്ടിൽ ഇപ്പോൾ എവിടെ നിന്നാലും പുള്ളി നിൽക്കുന്ന സ്വന്തം വീട്ടിൽ എന്താണ് അവിടെ ഈ പറയുന്ന പോലെ എന്ത് സംഭവിക്കും? ഒന്നീ ഒരു കലഹപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഈ അടിപിടി. ഇല്ലെങ്കിൽ ചില ആൾക്കാർ വീട്ടിൽ നമ്മൾ പറയാറുണ്ട് ഈ അയൽവാസികൾ ചുമ്മാ ചീത്ത വിളിയും ബഹളമൊക്കെ ആയിരിക്കും. വെറുതെ ചീത്ത വിളിക്കും ബഹളം ഉണ്ടാക്കും അടിയും പിടിയും അങ്ങനെയായിരിക്കും. അങ്ങനത്തെ ഒരു ഇത് ഈ പുള്ളിയുടെ വീട്ടിൻ്റെ അടുത്ത് കാണുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എല്ലാ അയൽവക്കത്തും പ്രശ്നങ്ങളുണ്ട് എന്ന് പറയും. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല, ഇവർക്ക് കുറച്ച് കൂടുതലായിട്ട് കാണും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ ഒന്നീ ഒരു കാര്യം ഇല്ലെന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ വീട്ടിൽ ജിമ്മോ സ്പോർട്സോ അങ്ങനെ ഈ ഫിസിക്കലി ഊർജം കൊടുത്ത് ചെയ്യുന്ന എന്താണ് അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ മിലിറ്ററി ക്യാമ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത് വിരാട് കോഹ്ലിയുടെ സ്വന്തം വീട്ടിലാവാം, ഇപ്പോൾ നിൽക്കുന്ന വിരാട് കോഹ്ലി ഇപ്പോൾ എവിടെ നിൽക്കുന്നു അവിടെയുമാകാം. മനസ്സിലായില്ലേ? അങ്ങനെ ഇനി അവിടെ പ്രണയസ്ഥാനത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രണയിച്ചത് കൊണ്ട് അങ്ങനെ ഇവിടെ പ്രണയം നിലനിന്നും പോകണമെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിത്രൻ സാറിൻ്റെ തിയറി പ്രകാരം മേഡം രാശിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന പോലെ ഉപകാരം ചെയ്യേണ്ട സ്ഥലമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ വിരാട് കോഹ്ലിക്ക് വേറൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ ഉയർത്തിക്കൊണ്ട് വരുന്നതാണ് വിരാട് കോഹ്ലിയുടെ മെയിൻ എയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഒരുപാട് ഇനിയിപ്പം വിരാട് കോഹ്ലി ക്രിക്കറ്റിൽ നിന്നൊക്കെ വിരമിച്ച് പോയാൽ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതെല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്. എങ്കിലും വിരാട് കോഹ്ലിക്ക് ആ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഫിറ്റ്നസ് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് യൂത്ത് ഈ ചെറുപ്പക്കാരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഇതിലോട്ട് ഈ വിരാട് കോഹ്ലി ഇനി ഫ്യൂച്ചറിൽ പോകുന്നതായിരിക്കും. ഓക്കെ, അവർക്ക് ഒരുപാട് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഈ സമൂഹത്തിനെ നയിക്കാൻ ആർക്ക് പറ്റും? വിരാട് കോഹ്ലിക്ക് പറ്റും. മനസ്സിലായില്ലേ? പിന്നെ എന്തോന്നാണ് ഒരുപാട് പേർക്ക് ലാൻഡ് വാങ്ങിച്ചു കൊടുക്കുന്ന പരിപാടി, ഇല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ ചാരിറ്റി, ലാൻഡ് പരമായിട്ടുള്ള ചാരിറ്റി, ഇല്ലെങ്കിൽ എന്തോന്നാണ് ഈ സ്പോർട്സാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സ്പോർട്സ്, ഫിറ്റ്നസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരാളെ ഡെവലപ്പാക്കിക്കൊണ്ട് ഒരാളുടെ ഉള്ളിലെ ഊർജ്ജം കൂട്ടുക, ഒരാളെ ബോൾഡാക്കുക, ആ ഒരു മേഖല ഒരു രീതിയിലുള്ളതാണ് പുള്ളി ചെയ്യാനുള്ളത്. ഓക്കെ, അതാണ് ഈ പുണ്യം ചെയ്യുന്ന ഭാവത്തിൽ ചൊവ്വ നിന്നാലുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പുള്ളി ഇതാണ് സമൂഹത്തിൽ ചെയ്യേണ്ട പരിപാടി. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ 6ൽ ഗുരു നിൽക്കുന്നു. മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിക്കുള്ള കളവും വലിയ രീതിക്കുള്ള ബാധ്യതയൊന്നും വരാതെ ഒരുവിധം തട്ടിയും മുട്ടിയും പോകും എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തോന്നാണ് ഈ ഗുരുക്കന്മാരുമായി ബന്ധപ്പെട്ട് ചെറിയ ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. കൊച്ചിലെ പഠിപ്പിച്ച താരം വേറെ ഏടത്തെ ചെറിയ ഇഷ്യൂസ് അത്രയേ ഉള്ളൂ. അത് പിന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട് ചെറിയ ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. വലിയ വിഷയമൊന്നുമില്ല, കാരണം അവിടെ ഗുരു ആയതുകൊണ്ട് തന്നെ അവർ കുറയ്ക്കുകയും ചെയ്യും. പിന്നെ സാമ്പത്തികപരമായിട്ട് എന്തോന്നാണ് ഇതിൻ്റെയൊക്കെ കാഠിന്യം കുറയുമെന്നുള്ളതാണ്. മനസ്സിലായില്ല? ഒരുപാട് അങ്ങ് കയറത്തൊന്നുമില്ല ഗുരു ആയതുകൊണ്ട് തന്നെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6ൽ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ ഉണ്ട്. രോഗപ്രതിരോധ ശേഷിയൊക്കെ കുറച്ച് കൂടുതലായിരിക്കും, വലിയ രീതിക്ക് അസുഖമൊന്നും വരാതെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ലഗ്നത്തിൽ ശനി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തോന്നാണ് കുറച്ച് മെലിഞ്ഞതാണ്. ഞാൻ പറഞ്ഞ ലഗ്നത്തിൽ ശനി നിൽക്കുന്നുണ്ട്. നിങ്ങൾ മറ്റേ പ്രദീപ് രംഗനാഥൻ്റെ ഹൊറോസ്കോപ്പ് നോക്കിയാൽ മതി, അതിൽ ലഗ്നത്തിൽ ശനിയാണ് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്കെൽറ്റായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വിരാട് കോഹ്ലിയും കുറേ സ്കെൽറ്റാണ്, ഫിറ്റാണ് ആൾ, എന്നാൽ പോലും കുറേ സ്കെൽറ്റുമാണ്. മനസ്സിലായില്ലേ? ലീൻ ഫിറ്റാണ് ആൾ വിരാട് കോഹ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ലഗ്നത്തിൽ ശനി നിൽക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയുടെ ശനി നിൽക്കുന്നത് മൂല നക്ഷത്രത്തിലാണ്, ചൊവ്വയുടെ നക്ഷത്രമാണ്. അത് ഈ ട്രഡീഷണൽ ആസ്ട്രോളജി പ്രകാരമല്ല, നമ്മുടെ DNA ആസ്ട്രോളജി പ്രകാരമൊക്കെ അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അതാണ് കാര്യം. ഓക്കെ, അങ്ങനെ ഇതാണ് പറഞ്ഞത്.
അപ്പോൾ ചൊവ്വയുടെ ഇതും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ പവർ ആകും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ലഗ്നം നിൽക്കുന്നതും ഇത് രണ്ടും മൂലനക്ഷത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചൊവ്വയുടെ സ്വാധീനമുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ അപ്പോൾ എന്തോന്നാണ് 7 നമ്മൾ നോക്കുകയാണെങ്കിൽ മിഥുനമാണ്, അവിടെ ബുധനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ ഇവിടെ 7 നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ശനിയുടെ ദൃഷ്ടിയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പുള്ളിയുടെ കല്യാണം കുറച്ച് വൈകിയത്. മനസ്സിലായില്ലേ? പുള്ളി 35 വയസ്സ് കഴിഞ്ഞിട്ട് എന്തോ ആണ് കല്യാണം കഴിച്ചത്. ആ വിരാട് കോഹ്ലി അത്യാവശ്യം ലേറ്റൊക്കെയാണ് കല്യാണം കഴിച്ചത് തന്നെ. മനസ്സിലായില്ലേ? അങ്ങനെ അതാണ് കാര്യം. ഓക്കെ. പിന്നെ ഇനിയാണ് നമുക്ക് ഒരുപാട് കാര്യം നമുക്ക് മനസ്സിലാകും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 8. അപ്പോൾ പുള്ളിയായിട്ട് ഫേസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെയാണ്. ചെറിയ രീതിക്കുള്ള അത് എന്തായാലും കാണും. അതാണ് പുള്ളി കൂടുതലും ഫേസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇവിടെ കേതു നിൽക്കുന്നുണ്ട്. കേതു മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ സമ്പാദിക്കുന്ന പൈസ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിരാട് കോഹ്ലിക്ക് ഒരുപാട് പൈസ ഇല്ലെങ്കിൽ പോലും ഈ മെറ്റീരിയലിസ്റ്റിക് അല്ല, സ്പിരിച്വലിസ്റ്റിക്കാണ് ആള്. ആ ഒരു ബന്ധം കൂടെ ഉണ്ട്. ഈ അങ്ങനെ ഒരു ആളുള്ള ഹോറോസ്കോപ്പാണ്. ഇപ്പം എത്ര സമ്പാദിച്ചാലും എനിക്ക് ഞാൻ മതി, എൻ്റെ അടുത്താണ് സ്നേഹം എന്നുള്ള രീതിയിൽ സ്വന്തമായി എനിക്ക് ഞാൻ തന്നെയാണ് ഇമ്പോർട്ടൻസ്, ഈ ആത്മീയമായ ചിന്തയുണ്ടല്ലോ. എന്ന് വെച്ചാൽ ചിലവരൊക്കെ ചോദിക്കും ഈ പണമൊക്കെ എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞ് വലിയ ഫിലോസഫി അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെ പോലെ ഈ സന്യാസിമാരെ അവിടുത്തെ സംസാരിച്ച് ചോദിക്കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പം ആർക്കും മനസ്സിലാവത്തില്ല. അവർ പറയണത് ഫിലോസഫിയൊന്നും ആർക്കും തലയ്ക്ക് കയറത്തുമില്ല. അതാണ് സംഭവം. ആ ഒരു മൈൻഡിലോട്ടൊക്കെ ആൾ പോവും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ. അപ്പോൾ അത് മാത്രമല്ല അച്ഛനുമായിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ സംഭവം ഇവർ അനുഭവിക്കും എന്നുള്ളതാണ്. ഇവർ അച്ഛനും മോനും തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമോ ഇല്ലെങ്കിൽ ഇവർ രണ്ടുപേരും പിരിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥ. എക്സാമ്പിൾ നല്ല രീതിക്ക് പിരിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥ. അത് മോൻ നാട്ടിലായിരിക്കും, അച്ഛൻ വിദേശത്തായിരിക്കും. ഇല്ലെങ്കിൽ ഇവർ തമ്മിൽ കണക്ഷൻ കിട്ടാത്ത അവസ്ഥ. സ്നേഹം കാണും, എന്നാൽ പോലെ ഒരു അടുപ്പം കിട്ടത്തില്ല. അതാണ് കാര്യം. മാറി നിൽക്കേണ്ടി വരും. മനസ്സിലായില്ലേ? മാനസികമായോ സ്ഥലപരമായോ മാറി നിൽക്കേണ്ട അവസ്ഥ. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച് നോക്കിയോ, ഈ വിരാട് കോഹ്ലിയുടെ അച്ഛനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് വിരാട് കോഹ്ലിയുടെ അച്ഛനാണ് എന്താണ് പുള്ളിയുടെ ലൈഫിൽ ഏറ്റവും ബെനിഫിറ്റ് കൊണ്ടുവന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണെന്ന് ഈ ഹോറോസ്കോപ്പിൽ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വിരാട് കോഹ്ലിയുടെ അച്ഛനാണ് തുടക്കത്തിൽ ഈ വിരാട് കോഹ്ലിയെ ക്രിക്കറ്റിൻ്റെ ക്യാമ്പിൽ ട്രെയിനിങ്ങിൻ്റെ അവിടെ ട്രെയിനിങ് ക്യാമ്പിൽ കൊണ്ടാക്കിയത്. അപ്പോൾ അച്ഛൻ നിന്നാണ് പുള്ളിയുടെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അച്ഛനാണ് മോട്ടിവേറ്റ് ചെയ്ത് എന്തോന്നാണ് ആൾ ക്രിമിനൽ ലോയർ ആണെങ്കിൽ പോലും എന്തോന്നാണ് ഇതാണ് കാര്യം. ഓക്കെ. ക്രിമിനൽ ലോയറാണ്. അപ്പോൾ തന്നെ അവിടെ മായസിൻ്റെ സ്വാധീനം അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അതാണ് ക്രിമിനൽ അങ്ങനെയാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാണ് ഈ മായസിൻ്റെ സ്വാധീനത്തിനെ കുറച്ചും കൂടെ നല്ല രീതിക്ക് ആക്ടിവേറ്റ് ആക്കി ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് പുള്ളി ക്രിക്കറ്റിലോട്ട് വന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് പുള്ളി ക്രിക്കറ്റ് കളിക്കാൻ പോയതും അങ്ങനെയല്ല. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഫാദർ ഒരു ക്രിമിനൽ ലോയർ ആയതുകൊണ്ട് തന്നെ ഈ ഒരുപാട് ക്രൈമുകൾ ചെയ്ത് കാണാം മോശപ്പെട്ട രീതിയിൽ. അപ്പോൾ പുള്ളി ഇതെന്തോന്ന് ചെയ്യണം, പുള്ളി ഈ പറയുന്ന ക്രിക്കറ്റ് മേഖലയിലോട്ടൊക്കെ ഇറങ്ങിയില്ലെങ്കിൽ പുള്ളി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. പുള്ളി ഭാഗ്യത്തിന് ക്രിക്കറ്റിലോട്ടൊക്കെ വന്നു. കാരണം ഇവിടെ ചൊവ്വയാണ് പുണ്യം ചെയ്യുന്നിടത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ആൾ ക്രിമിനൽ ലോയറാണ്. അപ്പോൾ ഇതാണ് കാര്യം. അതുമാത്രമല്ല വിരാട് കോഹ്ലിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ കൊൽക്കത്തയിൽ എനിക്ക് ഓർമ്മയില്ല, കൃത്യ സ്ഥലം അറിയത്തില്ല. കൊൽക്കത്തയിൽ നടന്നൊരു മാച്ച്
ആ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞ ശേഷം പിറ്റേ 1-2 ദിവസം കഴിഞ്ഞ് ഒരു മാച്ച് ഉണ്ടായിരുന്നു. ആ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിരാട് കോഹ്ലിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു. കാരണം വിരാട് കോഹ്ലിയുടെ അച്ഛൻ മരിച്ചു പോയപ്പോൾ ആ ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ അവർ ഇമോഷണൽ കണക്ഷൻ. എൻ്റെ അച്ഛന് വേണ്ടി എനിക്ക് 6 അടിക്കണം, ഇല്ലെങ്കിൽ എൻ്റെ അച്ഛന് വേണ്ടി ഈ ഒരു വിക്കറ്റുകൾ സമർപ്പിക്കണം എന്ന്, ഈ റൺസുകളൊക്കെ കൊടുക്കണമെന്നൊക്കെ ഉള്ളൊരു ഈ റൺസ് ഒരുപാട് കൊടുക്കണമെന്നൊക്കെ ഉള്ളത്. അന്ന് വിരാട് കോഹ്ലി ലാസ്റ്റത്തെ ടൈമിൽ ബാറ്റിംഗ് നിന്ന സമയത്ത് അടിച്ച് തെറിപ്പിച്ചു. മനസ്സിലായില്ലേ? അന്ന് ആ കളി ജയിച്ചു. വിരാട് കോഹ്ലി കാരണം അന്നത്തെ കളി തന്നെ ജയിച്ചത്. മനസ്സിലായി? ഇന്ത്യയാണ് ജയിച്ചത്. കാരണം ഈ രാഹുവിൻ്റെ സ്വാധീനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3-ൽ രാഹു ഉള്ളവർ പൊതുവെ ഇവരുടെ ധൈര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവർക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചില ആൾക്കാർ, എല്ലാവരും 3-ൽ രാഹുള്ള എല്ലാവർക്കും ധൈര്യം ഉണ്ടാകുന്നൊന്നുമില്ല. ചിലവർക്ക് പേടിയും ടെൻഷനും എല്ലാം കാണും. പക്ഷേ ഇവർക്കൊരു ലൈഫിൽ ഒരു ട്രോമയിലൂടെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് നല്ല പേഷ്യൻസൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് തന്നെ. ഒരു പക്ഷേ ഇവിടെ ഇമോഷണലായോ ഇല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോഴായാലോ ഒരു വലിയ പ്രശ്നം വരുമ്പോഴായാലോ ആ ഒരു മൊമെൻറ്റിൽ എല്ലാവരും പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു കണിയ ധൈര്യമുണ്ട്. പൊതുവേ നമ്മൾ നോക്കുമ്പോൾ അത്ര തോന്നത്തില്ല. ചെറിയ കാര്യങ്ങളൊക്കെ പേടിച്ച്, പട്ടിയെ കണ്ടാൽ പേടിക്കും, അങ്ങനെയൊക്കെ ചെറിയ പേടികളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു അഡ്രിനാലിൻ റഷ് എന്ന് പറഞ്ഞ സംഭവം അത് കയറി വന്നു കഴിഞ്ഞാൽ കൂടുതൽ ധൈര്യമായിരിക്കും ഇവർക്ക്. ചിലവർക്കല്ലാതെയും വരും. പക്ഷേ ഇവർക്കെന്ന് പറഞ്ഞാൽ നല്ല ധൈര്യമായിരിക്കും. അത് ഇവർ ലൈഫിൽ ആരെങ്കിലുമൊക്കെ പറയും ചെയ്യും, നിനക്ക് നല്ല ധൈര്യം ഉണ്ടല്ലോടാ എന്ന് ആരെങ്കിലും പറയും. അതാണ് അതിന് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇതാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 10ാം ഭാവം. അവിടെ എന്താണ്? ചന്ദ്രനും ശുക്രനും നിൽക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ. അപ്പോൾ 7ാം ഭാവത്തിൻ്റെ അധിപൻ നിൽക്കുന്നത് ചന്ദ്രൻ്റെയോ ശുക്രൻ്റെയോ നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ഈ 10ാം ഭാവം നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് വിടാം. അപ്പോൾ 10ാം ഭാവത്തിൽ നിൽക്കുന്നത് ഈ പറയുന്ന വ്യക്തിക്ക് ഈ 2 ഗ്രഹ കോമ്പിനേഷൻ എന്ത് കൊടുക്കും? ഒരുപാട് ഫെയിമും പ്രശസ്തിയും അട്രാക്ഷനും വലിയൊരു ബിഗ് ഫാൻ ഫോളോവേഴ്സൊക്കെ ഈ വ്യക്തിക്ക് കൊടുക്കും എന്നുള്ളതാണ്. കലാപരമായിട്ടുള്ള രംഗത്ത് പോയി കഴിഞ്ഞാൽ ഇയാൾ മിന്നിത്തിളങ്ങും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്ന ബലമായ സംശയം ഈ വിരാട് കോഹ്ലി സിനിമയിലോട്ട് വരും എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ക്രിക്കറ്റ് കഴിഞ്ഞ ഉടനെ പുള്ളി സിനിമയിലും കലാരംഗത്തിലൊക്കെ ഒരുപാട് ആക്ടിവേറ്റായി തുടങ്ങും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഓക്കെ, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. കൂടുതൽ ഈ സിനിമയിൽ, ഈ സ്പോർട്സിൻ്റെ ആർട്സിലൊക്കെ കൂടുതലും വിരാട് കോഹ്ലിയും MS ധോണിയൊക്കെയാണ് വരാറുള്ളത്. മനസ്സിലായില്ലേ? ഈ വിരാട് കോഹ്ലി നല്ല രീതിക്ക് അഭിനയിക്കാറുമുണ്ട്. അപ്പോൾ പുള്ളി കലാപരമായിട്ട് എന്തോന്നായാലും പോവേണ്ടി വരും. അതിൻ്റെ ഇടയിൽ ഇനി ഈ ക്രിക്കറ്റ് നിർത്തി കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ വിരാട് കോഹ്ലിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ഭാര്യ കിട്ടിയത്? ഓക്കെ, ഐശ്വര്യ അങ്ങനെ എന്താണ് പുള്ളിയുടെ അനുഷ്കയല്ല, ഐശ്വര്യ എന്താണ് പേര്? പുള്ളിയുടെ ഒരു നടിയാണ്, പേരും മറന്നുപോയി. അതാണ് പറഞ്ഞത്, ഐശ്വര്യ റായ്. പക്ഷേ ഐശ്വര്യ റായ് അല്ലേ, പേരും മറന്നുപോയില്ലേ. എന്തായാലും സിനിമ നടിയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ. അപ്പോൾ ഈ നടി എന്തുകൊണ്ട് വന്നു? വിരാട് കോഹ്ലി പോവേണ്ട കലാപരമായ മേഖലയാണ്. മനസ്സിലായില്ലേ? പക്ഷേ വിരാട് കോഹ്ലി പുണ്യം ചെയ്യേണ്ടത് ഈ സ്പോർട്സ്, റിയൽ എസ്റ്റേറ്റ് അതുപോലത്തെ മേഖലയിലോട്ടൊക്കെയാണ്. അതിലിപ്പോൾ പുള്ളി ജനങ്ങൾക്ക് പുണ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സംഭവിക്കുന്നത് ഈ പറയുന്ന വിരാട് കോഹ്ലിയുടെ കർമ്മ എന്ത് സംഭവിക്കും? കലാപരമായിട്ടാണ് പുള്ളിയുടെ ഇതിൽ നിൽക്കുന്നത്. പുള്ളി കലാപരമായിട്ടും അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡായിട്ടൊക്കെ ഉള്ള സംഭവത്തിലാണ് നിൽക്കുന്നത് പുള്ളിയുടെ ഈ ഹോറോസ്കോപ്പ്. പക്ഷേ ഇത് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈഫിലോട്ട് ട്രാൻസ്ഫർ ആകുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് കാര്യം. ഇപ്പോൾ നിങ്ങൾക്കൊരു ജോലി, നിങ്ങൾ ഒരു പ്രത്യേക ജോലി തിരഞ്ഞെടുത്തു. അപ്പോൾ ആ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോവേണ്ട, നിങ്ങൾ വേറെ ജോലി തിരഞ്ഞെടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ട എന്ന് വെച്ചിരുന്ന ജോലിയുമായി ബന്ധപ്പെട്ട വൈഫ് നിങ്ങളെ തേടി വരുമെന്നുള്ളതാണ്. എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, എനിക്കൊരു ഡോക്ടറാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇല്ലെങ്കിൽ ആഗ്രഹം പോട്ട്, അതാണ് എൻ്റെ കർമ്മ എന്ന് വിചാരിച്ചു. അതാണ് എൻ്റെ ഫ്യൂച്ചറിൽ ചെയ്യേണ്ട ജോലി. ഹോറോസ്കോപ്പ് പ്രകാരം ഞാൻ അത് ചെയ്തില്ല.
ഞാൻ കലാപരമായ മേഖലയിലോട്ട് പോയി ഇവിടെ അടിച്ചു പൊളിച്ച്. അപ്പോൾ എനിക്ക് വരാൻ പോണ വൈഫ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നീ മെഡിക്കലായിട്ട് കണക്ഷൻ കാണും, ഇല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് മെഡിക്കൽ ഡോക്ടേഴ്സ് അങ്ങനെ മെഡിക്കലിൽ പോകുന്ന ആൾക്കാർ കാണും. മനസ്സിലായില്ലേ? അങ്ങനെ അതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സമയത്ത് ഞാൻ ഡോക്ടറിൻ്റെ പണിയും ചെയ്യുന്നുണ്ട്, മറ്റു സമയത്ത് ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ആഗ്രഹിച്ച് മുടങ്ങിപ്പോകുന്ന പരിപാടി അത് ഭാര്യയിലൂടെ വരും, അങ്ങനെയുണ്ട്. അങ്ങനെ അപ്പോൾ ചില ആൾക്കാരെ ഭാര്യമാരെ പണിക്ക് വിടത്തില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനത്തുള്ള ആൾക്കാരത് പറയുള്ളത് കാര്യം, ഭാര്യമാരെ പണിക്ക് വിടുക എന്നുള്ളതാണ്. അവരെ നമ്മൾ തടയാൻ പാടില്ല. തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നം വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് നല്ല രീതിക്ക് ബാധിക്കുകയും ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഭാര്യമാരെ ഒരിക്കലും നിങ്ങൾ വീട്ടിൽ പിടിച്ച് നടത്താൻ പാടില്ല, ആണുങ്ങളാണെങ്കിൽ. കാരണം നിങ്ങളുടെ ബാലൻസ് കർമ്മ ചിലപ്പോൾ അവർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പം നിങ്ങൾ അവർ തന്നെ പെക്കോളും, കർമ്മപരമായി അവർ തന്നെ പെക്കോളും വന്ന് നിങ്ങളൊന്നും ചെയ്യേണ്ട. പ്രകൃതി അവരെ ഗൈഡ് ചെയ്തൊരു പ്രത്യേക ജോലിയിലോട്ട് എത്തിക്കും. അതാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പം ഇതാണ് പറഞ്ഞത്. ഇനി 11ാം ഭാവം നമുക്ക് നോക്കാം. അവിടെ ബുധൻ നിൽക്കുന്നുണ്ട്. എന്തോന്നാണ്, ബുധൻ്റെയൊക്കെ ഉണ്ട്, സൂര്യൻ്റെ സ്വാധീനമുണ്ട്, ഗുളികഞ്ഞ നിൽക്കുന്നുണ്ട്. അപ്പോൾ 11ൽ ഗുളിക നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാണ് ഞാൻ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 11ൽ ഗുളിക നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, വിരാട് കോഹ്ലിക്ക് ലാഭം കിട്ടിയ ഏത് വഴിക്കാണ്, പുള്ളിയുടെ കരിയറിൽ ബെനിഫിറ്റ് ഉണ്ടായത് ഏത് രീതിയിലാണ്, അത് അച്ഛൻ വഴിയാണ്. അപ്പോൾ ഈ അച്ഛനെ സൂചിപ്പിക്കുന്ന ഈ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം എവിടെ നിൽക്കുന്നു? ഇപ്പോൾ 11ലാണ് സണ്ണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ലാഭം കിട്ടി. മനസ്സിലായില്ലേ? അങ്ങനെ പിന്നെ എന്തോ നിന്നിട്ടുണ്ട്, ബുധൻ്റെ സ്വാധീനം കൊണ്ട് ഡോക്യുമെൻ്റ് എഗ്രിമെൻറ്റ്, ഇല്ലെങ്കിൽ അതും പോയിട്ട് ഈ പറയുന്ന പോലെ കുട്ടികളുമായി ബന്ധപ്പെട്ടും പുള്ളിക്ക് ബെനിഫിറ്റ് കിട്ടും ഫ്യൂച്ചറിൽ. മനസ്സിലായില്ലേ? ഒരു കുട്ടികളുമായി ബന്ധപ്പെട്ടും അങ്ങനെയല്ല. ഓക്കെ, ലാഭം കിട്ടുമെന്നുള്ളതാണ്. ഇനി ഫ്യൂച്ചറിൽ ഈ പറയുന്ന വിരാട് കോഹ്ലിക്ക് കുട്ടികളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ കുട്ടികളെ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് കിട്ടും പുള്ളിക്ക്. മനസ്സിലായില്ലേ? അങ്ങനെ ഇതാണ് പറഞ്ഞത്. പിന്നെ ഗുളിക നിൽക്കുന്നുണ്ട്, നല്ലൊരു അടിപൊളി സ്ഥാനമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭസ്ഥാനത്ത് ഈ ഗുളിക നിൽക്കുമ്പോൾ നല്ല രീതിക്ക് ലാഭം കൊടുക്കും എന്നുള്ളതാണ്. ലാഭം ഒരുപാട് കൊടുക്കും എന്നുള്ളതാണ്. പക്ഷേ സൂര്യൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്തോ ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകണം. ഒരു പക്ഷേ ഈ പറയുന്ന വിരാട് കോഹ്ലി ഡയറ്റ് എടുക്കുന്നില്ല, വേറെ ഒരു പരിപാടിയും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുക, നല്ല രീതിക്ക് പുള്ളിയുടെ ഇത് ബാധിക്കും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ പിന്നെ പ്രത്യേക ദശകളൊക്കെ പുള്ളിക്ക് അപവാദം കേൾക്കേണ്ടി വരും. സ്വന്തമായിട്ട് ഒരു പുള്ളിയെ കളങ്കപ്പെടുത്തുന്ന രീതിക്ക് ഒരുപാട് കേസും വഴക്കും പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ അതും കൂടെ നോക്കണം. പുള്ളിക്ക് നെഗറ്റീവ് ഇമേജ് ഉണ്ടാകും, നല്ല രീതിക്ക് ഉണ്ടാകും. അതിപ്പോൾ നിങ്ങൾ പറയുമെങ്കിൽ പോലെ ഫ്യൂച്ചറിൽ എന്തായാലും നല്ല രീതിക്ക് നെഗറ്റീവ് ഇമേജൊക്കെ ഉണ്ടാകും. ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നെഗറ്റീവ് ഇമേജ് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ഈ വിരാട് കോഹ്ലിക്ക് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതാണ് പറഞ്ഞത്. അതും സർക്കാർ പരമായിട്ടോ ഇല്ലെങ്കിൽ എന്തോന്നാണ്, ഏത് രീതിയിലായിക്കോട്ടെ, ഒരു സർക്കാരുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടോ ഏത് രീതിയിൽ നിന്നായാലും പുള്ളിക്ക് എന്ത് സംഭവിക്കും, ഒരു നെഗറ്റീവായിട്ടുള്ള സംഭവം ഇവിടെ ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ കൂടെ ലാഭവും കിട്ടും. ഇങ്ങനെയാണ് ഹോറോസ്കോപ്പ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ഇതാണ് നമുക്ക് വിരാട് കോഹ്ലിയുടെ ഹോറോസ്കോപ്പ് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് പൊരുത്തപ്പെട്ട് പോകുന്നില്ല, എങ്കിലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഇതാണ് പറയുന്നത്. ഓക്കെ. ഈ ചെറിയ കറപ്ഷൻ കൂടെ ഉണ്ട്. പുള്ളിയുടെ അയൽവക്കമായിട്ട് ബന്ധപ്പെട്ടല്ല പ്രശ്നം, കൂടുതലും പുള്ളിയുടെ വീട്ടിൽ നിൽക്കുമ്പോഴും പുള്ളിയുടെ അമ്മയുമായി ബന്ധപ്പെട്ട് പുള്ളി വണ്ടി ഓട്ടിക്കുമ്പോഴും വണ്ടി ഓട്ടിക്കും പുള്ളി സൂക്ഷിച്ച് നല്ല രീതിക്ക് കൃത്യമായി ഓട്ടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. വലിയ സ്പീഡിലൊന്നും ഓട്ടിക്കാതെ വലിയ റേസൊന്നും കാണിക്കാതെ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് വിരാട് കോഹ്ലി. അപ്പോൾ അങ്ങനെയൊന്നും ആവാതെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പോകാമെന്നുള്ളതാണ്. പിന്നെ എന്തോന്നാണ്, മദറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അഗ്രസീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം. പിന്നെ അങ്ങ് ചെറിയ വീട്ടുമായി ബന്ധപ്പെട്ട് പുള്ളി വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം. ചെറിയ രീതിക്ക് തല്ലിപ്പൊളി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒറ്റയ്ക്ക് വേറെ റൂം എടുത്ത് അങ്ങനെയൊക്കെ ഇതും പറഞ്ഞ് അതൊക്കെ ഇത് ചൊവ്വയുടെ ഇതങ്ങ് കുറയും. കാരണം ഇയാൾ ഫിറ്റ്നസ്സിലോട്ടങ്ങ് പോകുമ്പോൾ അഗ്രസീവ് അങ്ങ് കുറയും. അതാണ് പുള്ളി. ഇനിയിപ്പം ഈ ക്രിക്കറ്റൊക്കെ നിർത്തി ജിമ്മും വർക്കൗട്ടോ ഒന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ പുള്ളിക്ക് നല്ല ദേഷ്യമാവും വീട്ടിൽ. അതാണ് അത് നമുക്ക് അത് പുള്ളിയുടെ അടുത്തൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും. നമ്മളൊന്നും പറഞ്ഞ കാര്യം നമുക്ക് പുള്ളിയുടെ നേരിടത്ത് പോയി ആരെങ്കിലും അറിയുന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പുള്ളിയൊക്കെ അങ്ങനെ സ്വഭാവം പറഞ്ഞു തരും. മനസ്സിലാക്കാണ് കാര്യം.
അപ്പോൾ ഒരു കാര്യം കൂടി സാക്ഷ്യം കൂടെ പറയാം. നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ ആരെങ്കിലും, ഇല്ലെങ്കിൽ നിങ്ങളെ സ്ത്രീകളല്ല, ഇപ്പോൾ ഭാര്യമാരോ, ഇല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ചേട്ടനോ അനിയനോ ആരും ആയിക്കോട്ടെ, നിങ്ങളെ ഫാമിലിയിൽ ആരെങ്കിലും വീട്ടിൽ കിടന്ന് അഗ്രസീവായിട്ടും ഇപ്പോൾ ദേഷ്യവും അങ്ങനെ പെരുമാറുകയാണെങ്കിൽ ഇവരെ വർക്കൗട്ട് ചെയ്യാനൊക്കെ വിടുക, ജിമ്മിൽ വിടുക, അല്ലെങ്കിൽ കരാട്ട ഫിറ്റ്നസ് അങ്ങനെ കാര്യങ്ങളോട്ട് വിടുക. അപ്പോൾ ഇവരെന്തോ ചെയ്യും, ആ എനർജി അങ്ങ് ഇതാകും എന്നുള്ളതാണ്. മനസ്സിലായി? അങ്ങനെ ഇത് DNA ആസ്ട്രോളജി പ്രകാരം പറയുന്നൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്തോ ചെയ്യാം, വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ ചെറിയ തിരുത്തും കൂടെ ഉണ്ട്. ഓക്കെ, അതും കൂടെ ഉണ്ട്.